ഇന്ന് കഴിഞ്ഞ ദിവസം ചെയ്ത മെമ്മോ പാഡിൻ്റെ വേറൊരു സൈസ് ഉള്ളതാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഞാൻ അതിൻ്റെ ബേസ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ഫോറക്സ് ബോർഡ് അല്ലെങ്കിൽ ഫോം ബോർഡ് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഞാൻ ആ ഒരു മെമ്മോ പാഡിൻ്റെ സൈസിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വേറൊരു ചാനലിൻ്റെ കോപ്പി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആ കമൻറ്റ് ഇട്ട ആൾ ആ ഒരു ചാനൽ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതിലിപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മളിങ്ങനെ ഒരു കമൻസ് ഒക്കെ ഇടുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടായാലും നല്ലതാണ് കേട്ടോ. കാരണം പല ആൾക്കാരും ഇപ്പം എന്ത് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും, ക്രാഫ്റ്റ് മാത്രമല്ല എന്തൊരു ക്രിയേറ്റേഴ്സ് ആണെങ്കിലും പിൻട്രസ്റ്റും അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഇൻസ്പയർ ചെയ്തും ഒക്കെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം DIYs മാത്രമല്ല, അപ്പം എൻജിനീയേഴ്സ് ആണെങ്കിലും വേറെ ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് പിൻട്രസ്റ്റ് പോലെ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഒരുപാട് റെഫർ ചെയ്യാൻ കിട്ടും. നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള സെർച്ച് എൻജിൻസും ആപ്ലിക്കേഷൻസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ആ ഒരു ചാനലാണെങ്കിലും ഈ പിൻട്രസ്റ്റ് പോലുള്ള ആപ്പിൽ ഇൻസ്പയർ ആയിട്ടും പിന്നെ ഒരുപാട് ചാനൽസ് ചെയ്തത് ഇൻസ്പയർ ആയിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവർക്ക് കുറച്ചും കൂടെ റീച്ച് ഉള്ളത് കൊണ്ട് മറ്റുള്ളവർ ചെയ്തതൊന്നും സത്യം പറഞ്ഞാൽ ആരും അറിയുന്നില്ല. പക്ഷേ വെറുതെ എന്തിനാണ് നമ്മളൊരു നെഗറ്റിവിറ്റി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവരുടെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ ഫൈറ്റ് ചെയ്യുന്നവരായിരിക്കും ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ മെമ്മോ പാഡ് ഒന്ന് കളർഫുൾ ആക്കിയിട്ടുണ്ട്. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. താങ്ക്